നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും നഖശിഖാന്തം വിമർശിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയവൈകല്യങ്ങൾ ഓരോന്നും ഓരോരോ പൊയ്മുഖങ്ങൾ വലിച്ചു കീറി അതിനിശിതമായി വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഇക്കുറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും മുട്ടുകുത്തിയ 8 നിലയിൽ പൊട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയനും CPM-ഉം പുതിയ തന്ത്രങ്ങൾ മെനയുന്നതായി വാർത്ത. സതീശന്റെ സ്വന്തം മണ്ഡലവുമായ പറവൂരിൽ ഏത് വിധേനയും VD സതീശനെ ഈ പ്രാവശ്യം മുട്ടുകുത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. കാലാകാലങ്ങളായി CPI-യുടെ മണ്ഡലമാണ് പറവൂർ. എന്നാൽ ഇക്കുറി CPI-യിൽ നിന്നും പറവൂർ മണ്ഡലം പിടിച്ചെടുത്ത് ഏത് വിധേനയും അവിടെ ഒരു CPM സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി പൊതുവെ സമ്മതനായ CPM സ്ഥാനാർത്ഥിയെ കഴിയുമെങ്കിൽ ജില്ലയിലോ അല്ലെങ്കിൽ അതേ മണ്ഡലത്തിൽ തന്നെയുള്ള CPM സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് സതീശനെതിരെ നിർത്തി സതീശനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഇതം പ്രഥമമായ കർത്തവ്യം അല്ലെങ്കിൽ ലക്ഷ്യം അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പിണറായി വിജയന്റെ ഈ നിഗൂഢ ലക്ഷ്യം നേരത്തെ കണ്ടു മനസ്സിലാക്കി, അതായത് CPI-യിൽ നിന്നും CPM ആ സീറ്റ് പിടിച്ചെടുക്കും എന്നുള്ള പിണറായി വിജയന്റെ കുബുദ്ധി നേരത്തെ മനസ്സിലാക്കി ഓടുന്ന പൊട്ടിക്ക് ഒരു മുഴ മുന്നേ എന്ന രീതിയിൽ CPI എറിഞ്ഞിരിക്കുന്നു. CPI പറവൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണയം വരെ പറവൂരിൽ CPI നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ CPI-യുടെ സ്ഥാനാർത്ഥി പറവൂർ മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ട് യാതൊരു ചലനവും ഉണ്ടാക്കാൻ സാധ്യതയില്ല. മാത്രമല്ല SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും VD സതീശനും തമ്മിൽ അത്ര നല്ല സുഖകരമായ ബന്ധത്തിലല്ലാത്തതിനാൽ വെള്ളാപ്പള്ളിയും VD സതീശനും പരസ്പരം കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിലോ അല്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന രാഷ്ട്രീയ വേദികളിലെല്ലാം പരസ്പരം കീറിമുറിച്ച് കടിച്ചു മുറിച്ച് വിമർശിക്കുന്ന സാഹചര്യമുള്ളതിനാൽ പറവൂർ മണ്ഡലത്തിൽ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ കൂടുതലുള്ളതിനാൽ VD സതീശന് ഏത് വിധേനയും തറപ്പറ്റിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദനും. ഇതിനു വേണ്ടി തന്നെയാണ് CPI-യുടെ കയ്യിൽ നിന്നും ആ മണ്ഡലം പിടിച്ചു പറിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത്. എന്നാൽ ഇത് നടക്കില്ല എന്ന് തന്നെയാണ് CPI തുറന്നടിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളായി CPI-യുടെ മണ്ഡലം തന്നെയാണ് പറവൂർ. എന്നാൽ CPI-യുടെ സമുന്നത നേതാവായ പന്ന്യൻ രവീന്ദ്രൻ വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും മത്സരിച്ചിട്ട് കാര്യമായ യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഇക്കുറി VD സതീശനെതിരെ അവിടെ ഒരു CPM സ്ഥാനാർത്ഥിയെ ഇറക്കണം, CPM പറവൂർ മണ്ഡലം പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. എന്നാൽ CPI ഇതിനോട് യോജിക്കാതെ വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി CPI-യുടെ ചിഹ്നത്തിൽ തന്നെ ഏതെങ്കിലും സമുന്നതനായ പൊതുസമ്മതനായ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ CPI ഇതിനോട് ഒരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല. VD സതീശനെതിരെ ആര് മത്സരിക്കണം വേണ്ട എന്നുള്ളത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ പറവൂർ മണ്ഡലം കാലാകാലങ്ങളായി CPI-യുടെ അധീനതയിലുള്ളതാണ്. ആ മണ്ഡലം വിട്ടുകൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് CPI-യുടെ മാത്രം അഭ്യന്തര പ്രശ്നമാണ്. അതിൽ CPM എന്ന സംഘടന ഇടപെടേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPI-യുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസവും കാന്തപുരം അബൂബക്കർ മൗലവിയുടെ ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ പിണറായി വിജയനും VD സതീശനും നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അവിടെയും വെള്ളാപ്പള്ളി നടേശനെ അതിനിശിതമായി തന്നെയാണ് VD സതീശൻ കടന്നാക്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ മതേതര നിലപാടുകൾ കപടമാണെന്നും ഒരു സ്ഥലത്ത് മതേതരം പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരാളെ ഇറക്കി വിട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ പ്രകോപനപരമായ വാർത്തകൾ സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ പ്രകോപനപരമായ രീതിയിൽ സംസാരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പതിവ് വിനോദം തന്നെയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് മുസ്ലിം സമുദായത്തിനെതിരെ കൃത്യമായ രീതിയിൽ വർഗീയ വിദ്വേഷം ചീറ്റുന്ന ഒരാളെ മുഖ്യമന്ത്രി മതേതര നിലപാടുകൾ പ്രസംഗിച്ചതിന് ശേഷം അയാളെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ഇതര സമുദായങ്ങൾക്ക് നേരെ വിഷം ചീറ്റിക്കുന്ന തരത്തിൽ പ്രതികരിപ്പിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനെ 2 ദിവസം കഴിഞ്ഞ് പോയി പൊന്നാട എണീക്കുന്നു. മാത്രമല്ല അത്തരം വിദ്വേഷം പ്രസംഗം നടത്തിയ ആളെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നതെല്ലാം മതേതര നിലപാടുകൾക്ക് വിരുദ്ധം തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പൊള്ളത്തരങ്ങളെയും കഴിയുന്ന സമയങ്ങളിലെല്ലാം VD സതീശൻ തുറന്നു നിൽക്കാറുണ്ട്. VD സതീശനെയും വെള്ളാപ്പള്ളി നടേശൻ വെറുതെ വിടാറില്ല. VD സതീശനോട് തന്നോട് എന്തോ ശത്രുതയുള്ളതുപോലെയാണ് പെരുമാറുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഈഴവ സമുദായത്തിന് കൂടുതൽ വോട്ടുകളുള്ള പറവൂരിൽ VD സതീശനെ ഇക്കുറി തറപറ്റിക്കുക എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശന്റെയും ഒരു താല്പര്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് CPM-ലെ സമുന്നതയായ ഒരു വനിതാ നേതാവ് ഒരു ലൈംഗിക അപവാദ പ്രചരണങ്ങളിൽ പെട്ടു ഉഴലുകയുണ്ടായി. അവരെ തന്നെയാണ് ഇക്കുറി VD സതീശനെതിരെ പറവൂർ മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിക്കുവാൻ CPM കോപ്പ് കൂട്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് വെള്ളാപ്പള്ളി നടേശന്റെയും അനുഗ്രഹാശിസുകൾ ഉണ്ട്, മൗനസമ്മതമുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് CPI-യുടെ ജില്ലാ നേതൃത്വവും സംസാരിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. എന്നാൽ
തീർച്ചയായും വി ഡി സതീശനെ കൊമ്പ് കുത്തിക്കുന്നതിന് വേണ്ടി പറവൂരിൽ സമുന്നതനായ പൊതുസമ്മതനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയെങ്കിലും മത്സരിപ്പിക്കാനാണ് പിണറായി വിജയന്റെയും CPM-ന്റെയും തീരുമാനം. ഏത് വിധേനയും സതീശനെ തറപറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് 2026 തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്? മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത പാഠം കൊടുക്കുമോ, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സതീശന് കനത്ത പാഠം കൊടുക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.